എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷം. അവൻ അന്വേഷിക്കുന്ന അറ്റ്വാൽ സിസുക്കിയിൽ ഒരെണ്ണം ഈ ഒരു വലിയ മലയിലുണ്ട്. അവറ്റകളുടെ എല്ലാം ബ്ലഡ് കളക്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരിയെ വീണ്ടും തിരികെ പിടിക്കാനായിട്ട് കഴിയും. എൻ്റെ നഷ്ടപ്പെട്ടു പോയ അനുജത്തിയെ അവളെ ഹ്യൂമനാക്കി മാറ്റാൻ പറ്റുമെന്ന് ചിന്തിച്ച് അവൻ സന്തോഷമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും സെക്കൻഡ് ആ പന്നിത്തലേൻ്റെ ഓർമ്മ വരിക. അയ്യോ, അവനവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇവിടെ പന്നിത്തലേൻ്റെ ബോഡിയിൽ മുഴുവൻ ചോര, ഒരുപാട് സ്ഥലങ്ങളിൽ അവന് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നീ ഓക്കെ ആണോ? നിനക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണോന്ന് ഹീറോ അവനോട് ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. പക്ഷെ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ് അവന് എന്തൊക്കെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ ടെൻഷനായി അവന്റെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കെട്ടാനായിട്ട് നോക്കും. പക്ഷെ പന്നിത്തലയൻ അതിന് സമ്മതിക്കാതെ ഹീറോയുടെ കൈ തട്ടി മാറ്റും. അതിന് ഹീറോ പറയും, നീ ദയവ് ചെയ്ത് ഇതിനെന്നെ അനുവദിക്ക്. ഈ മലയില് ഒരുപാട് ഡീമൻസ് ഉണ്ട്. മാത്രമല്ല അറ്റ്വൽ കിസുക്കിയിലെ ഒരു മെമ്പറും ഈ മലയിലുണ്ട്. അവരെ പിടിക്കണമെങ്കിൽ നിനക്കും എനിക്കും നല്ല സ്ട്രെങ്ത് ഒക്കെ വേണ്ടേ. അതിനുവേണ്ടിയാണ് ഈ മരുന്ന് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞ് ആ മരുന്ന് വെച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെമ്പൻ തലയൻ അവൻ കാട്ടിലൂടെ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് നടന്നു വരുമ്പോ അവന്റെ കയ്യില് എന്തോ ഒന്ന് ആഞ്ഞു കടിക്കും. അവൻ ആ കടി കിട്ടിയ സ്ഥലത്തേക്ക് നോക്കും. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ എന്താണ് കടിച്ചതെന്ന് അവന് കാണാനായിട്ട് പറ്റില്ല. അവൻ കുറച്ചു ദൂരം മുൻപോട്ടേക്ക് വരുമ്പോ രണ്ട് വഴി അവന്റെ മുൻപിലായിട്ട് കാണും. അതിലേതിലൂടെ മുൻപോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഒരു വൃത്തികെട്ട സ്മെല്ല് അവൻ അടിക്കുക. അവൻ ആ സ്മെല്ല് എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ താഴേക്ക് നോക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് സ്പൈഡേഴ്സ് അവൻ അവറ്റകളെല്ലാം ചവിട്ടിക്കൂട്ടി പുറകിലേക്ക് നോക്കുമ്പോഴായിരിക്കും മനുഷ്യന്റെ തലയും സ്പൈഡറിന്റെ ബോഡിയുള്ള വലിയൊരു സാധനത്തെ കാണുക. രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവനാണെങ്കിൽ ഇപ്പൊ കാട്ടിലൂടെ 100-110 മുൻപോട്ടേക്ക് കുത്തിക്കും. ചെമ്പമുടിയനാണെങ്കിൽ അവൻ കണ്ടതൊക്കെ സത്യമാണോ അതോ കള്ളമാണോ എന്ന് മനസ്സിലാവില്ല. അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോ അവൻ അല്പദൂരം കൂടെ മുമ്പോട്ടേക്ക് ഓടുമ്പോ അവൻ കാണും വലിയൊരു ചെലന്തി വലയിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ മനുഷ്യർ. അവരിൽ ചിലരാണെങ്കിൽ ചെലന്തിയെ പോലെ ആയിക്കഴിഞ്ഞു. അതിന്റെ ഒത്ത നടുക്കായിട്ട് ഇപ്പൊ വലിയൊരു വീടും അവൻ കാണും. അവൻ ആ വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഉടനെ മുൻപ് കണ്ടതുപോലെ തന്നെ സ്പൈഡറിന്റെ ബോഡിയും മനുഷ്യന്റെ തലയുമായിട്ട് ഒരു ഡീമൺ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനെ കാണേണ്ട താമസം അവൻ വീണ്ടും ഉഷാറായിട്ട് ചാടി ഓടും. ആ ഡീമൺ ആണെങ്കിൽ നിലവിളിച്ചു പറയും, നീ എത്ര ഓടിയിട്ടും ഒരു കാര്യവുമില്ല, നീ ആദ്യം നിന്റെ കയ്യിലേക്കൊന്ന് നോക്ക്. ചെമ്പമുടിയനാണെങ്കിൽ അവന്റെ കയ്യിലേക്ക് നോക്കും. അതിപ്പോ ആകെ പൊട്ടി പഴുത്തളിഞ്ഞിരിക്കുകയാണ്. അത് കണ്ട ആ ഡീമൺ ചിരിക്കും. കാട്ടിൽ വെച്ച് നിന്നെ കടിച്ചത് ഞാൻ അയച്ച ഒരു പോയിസൺ സ്പൈഡറാണ്. ആ ഒരു പോയിസൺ ആണ് ഇപ്പൊ നിന്റെ ബോഡിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 മിനിറ്റിൽ നിന്റെ ബോഡി മുഴുവൻ ആ പോയിസൺ സ്പ്രെഡ് ആവും. അടുത്ത 10 മിനിറ്റിൽ നിന്റെ കൈയും കാലും ബോഡിയൊക്കെ തളർന്ന് നീ താഴേക്ക് വീഴും. അതിനുശേഷമുള്ള 10 മിനിറ്റിൽ നീയും എന്നെ പോലെ ഒരു സ്പൈഡറായി തീരും. അങ്ങനെ വെറും അരമണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സ്പൈഡറായിട്ട് നീ മാറും. അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ പേടിച്ച് നിലവിളിക്കും. അപ്പോഴാണെങ്കിൽ ഒരുപാട് സ്പൈഡേഴ്സ് വീണ്ടും അവന്റെ കാലിന്റെ ചോട്ടിലേക്ക് വരികയാണ്. അവറ്റകളെയൊക്കെ കണ്ടു പേടിച്ച് അവനൊരു മരത്തിന്റെ മുകളിൽ കയറി അങ്ങനെ മറിഞ്ഞിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ചെമ്പമുടിയന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവനെ ദത്തെടുത്ത ഒരു ഗ്രാൻഡ് പാ ആളാണെങ്കിൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കി അവനെ വിളിക്കുകയാണ്. നമ്മുടെ കുഞ്ഞൻ ചെമ്പമുടിയൻ. അവൻ ഇപ്പോഴും അവൻ ചെറുപ്പം മുതലേ ഒരു മരം കയറിയാണ്. അവൻ ആ മരത്തിൽ കയറിയിരുന്ന് ഗ്രാൻഡ് പേയോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇനിയും ട്രെയിനിങ് എടുത്താ എന്റെ കാറ്റ് പോവും. ഗ്രാൻഡ് പേ എനിക്ക് തരുന്ന ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് ചെയ്യാൻ എനിക്ക് ആവില്ല. പക്ഷെ ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ കമ്പൽ ചെയ്യും. അവന് വേറെ വഴിയില്ല. കാരണം ആ ഗ്രാൻഡ് പേ ആണ് അവന്റെ ഒരുപാട് കടങ്ങളൊക്കെ കൊടുത്തു വീട്ടി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. അവനാണെങ്കിൽ ഗ്രാൻഡ് പേയുടെ കാല് പിടിച്ചു പറയും, നിങ്ങൾ എന്നെ ദത്തെടുത്തതല്ലേ, എനിക്ക് ഒരു ഡീമൺ സ്ലെയർ ആവാനൊന്നും താല്പര്യമില്ല. അവനങ്ങനെ ഗ്രാൻഡ് പേയോട് ബെഗ് ചെയ്യുന്ന സമയം ഇപ്പോ ആകാശത്ത് കാർമേഘങ്ങളെല്ലാം അങ്ങനെ ഉരുണ്ട് കൂടുകയാണ്. ഗ്രാൻഡ് പാ മുകളിലേക്ക് നോക്കും. പെട്ടെന്നാണെങ്കിൽ ഒരു മിന്നൽ താഴേക്ക് അടിച്ച് അത് കറക്റ്റായിട്ട് ചെമ്പമുടിയന്റെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യാണ്. ആ ഒരു മിന്നലിലാണ് ചെമ്പമുടിയന്റെ മുടി ചെമ്പ് കളറായി മാറിയത്. പ്രസന്റില് ഇപ്പൊ ചെമ്പമുടിയനാണെങ്കിൽ ഈ കാര്യമൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുകയാണ്. എന്റെ ഗ്രാൻഡ് പറഞ്ഞു തന്ന ഒരു കാര്യങ്ങൾ പോലും എനിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നോക്കും. ആ ചെറിയ സ്പൈഡറുകളെല്ലാം ഇപ്പൊ അവന്റെ അടുത്തേക്ക് കയറി വരികയാണ്. അത് കണ്ട ചെമ്പമുടിയൻ കൺട്രോൾ പോയി അവന്റെ മുടി പിടിച്ച് വലിക്കും. വളരെ സ്ട്രോങ് ആയിരുന്ന അവന്റെ മുടി അത് മുഴുവനായിട്ടും പറഞ്ഞ് അവന്റെ കയ്യിൽ വരികയാണ്. ആ ഒരു രംഗം കണ്ട് ബോധം കെട്ട് ചെമ്പമുടിയൻ അവൻ അടിച്ച് താഴേക്ക് വീഴും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവന്റെ യഥാർത്ഥ പവർ ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. ഫസ്റ്റ് ഫോം
തണ്ടർ ബ്രീത്ത് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഡീമന്റെ അടുത്തേക്ക് കുത്തിക്കും. നമ്മുടെ ചെക്കനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ക്ലോസ് എത്തുമ്പോഴേക്കും ആ സ്പൈഡർ തലയൻ അവനാണെങ്കിൽ വണ്ടർ അടിക്കും. ഇവൻ എന്തു പറ്റിയും ചിന്തിച്ച് ഒരു ഫ്ലൂയിഡ് ഇപ്പോ ചെമ്പൻ തലയന്റെ നേർക്ക് ആഞ്ഞു തുപ്പാണ്. ചെമ്പൻ തലയനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വരും. അപ്പം വീണ്ടും പവർ എടുത്ത് ആ വില്ലനെ വെട്ടാനായിട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ചെറിയ ചെറിയ സ്പൈഡേഴ്സ് അവനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവറ്റകളുടെ ഇടയിൽ നിന്ന് അവന് രക്ഷപ്പെടാനോ പവർ എടുക്കാനോ ഇപ്പൊ സാധിക്കില്ല. നമ്മുടെ ചെക്കന്റെ കഷ്ടപ്പാട് അത് കാണുമ്പോൾ തന്നെ ആ ഡീമന് മനസ്സിലാവും അവന് ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന്. അപ്പൊ വീണ്ടും കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ ഗ്രാൻഡ് പാ ഇപ്പൊ ചെമ്പൻ തലയനോട് പറയും, ചെമ്പമുടിയനോട് പറയും, 6 ഫോംസ് നീ പഠിക്കാനുണ്ട്. അത് അത്രയും നീ പഠിച്ചാൽ മാത്രമേ ഞാൻ കരുതും പോലെ നിനക്കൊരു നല്ല ഡീമൺ സ്ലെയർ ആയിട്ട് മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ തലയ്ക്ക് ഒരു തട്ട് വെച്ചു കൊടുക്കും. കട്ട് ചെയ്താ വീണ്ടും ഇപ്പൊ പ്രസന്റില് ചെമ്പമുടിയനാണെങ്കിൽ ബോധമില്ല. അവൻ അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ബോധമില്ലാതെ കിടക്കുന്ന അവന്റെ മനസ്സിലേക്ക് ഇപ്പൊ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം വീണ്ടും ഓർമ്മ വരികയാണ്. നിനക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, അതൊരിക്കലും നീ ആരുടെയും മുൻപിൽ അടിയറവ് വെക്കരുത്. ഇവിടെ ആ ഡീമൻ ആണെങ്കിൽ ടൈം നോക്കും. അവൻ പറഞ്ഞ ടൈം ഓൾറെഡി കടന്നുപോയി കഴിഞ്ഞു. ഒരുപാട് സ്പൈഡേഴ്സ് അങ്ങനെ അവനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ചെമ്പമുടിയൻ അവനിപ്പോ അവന്റെ ബോഡിയിൽ ലൈറ്റ്നിങ് പവർ കൊണ്ടുവരാണ്. ചെമ്പമുടിയൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ മുത്തച്ഛന് ഒരു ശിഷ്യൻ കൂടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ചെമ്പമുടിയന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൻ കയ്യിലുള്ള ആപ്പിളും കല്ലും ബോളും ഒക്കെ ഉപയോഗിച്ച് അവന്റെ നേർക്ക് വലിച്ചെറിയും. നീ ആക്ച്വലി ഒരു വേസ്റ്റ് ആണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും പവറുള്ള ഒരാളുടെ കൂടെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീ വെറും ഒരു പേടിത്തൊണ്ടനാണ്. നീ ജീവിക്കുന്നതിനെ കഴിഞ്ഞും നല്ലത് മരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. അത് കേട്ട് അവനാണെങ്കിൽ ഒരുപാട് ഡൗൺ ആവുകയാണ്. ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിരിച്ചു പോവുകയായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം ഗ്രാൻഡ് പ മാത്രമാണ്. അദ്ദേഹത്തിന് മാത്രമേ എന്നോടൊരല്പമെങ്കിലും സ്നേഹമുള്ളൂ എന്നൊക്കെ അവൻ ചിന്തിക്കും. അവനാണെങ്കിൽ ഓരോ തവണ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഗ്രാൻഡ് പാ അവനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. വഴക്കു പറയാതെ അവനെ അടിക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ട്രെയിനിങ് കൊടുത്തും അവനെ പവറാക്കി മാറ്റി. അവനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇപ്പൊ പ്രസന്റിൽ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അല്പദൂരം ഓടി കഴിയുമ്പോൾ ആ പോയിസൺ അത് ബോഡി മുഴുവൻ സ്പ്രെഡായി അവൻ ചോര ഛർദ്ദിക്കും. ആ ഗ്യാപ്പില് ആ കുട്ടി സ്പൈഡേഴ്സ് അവനങ്ങനെ പൊതിയാണ്. അടുത്ത നിമിഷം വലിയൊരു തണ്ടറും ലൈറ്റ്നിങ്ങും അങ്ങനെ റിലീസായി അവറ്റകളെല്ലാം കത്തി എരിഞ്ഞ് ദൂരേക്ക് പോകും. ചെമ്പമുടിയനാണെങ്കിൽ തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ റിലീസ് ചെയ്ത് അങ്ങനെ ടെററായിട്ട് നിൽക്കും. അതുകൊണ്ട് ആ ഡീമൺ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ആ ഗ്യാപ്പില് നമ്മുടെ ചെമ്പമുടിയൻ അവന്റെ തണ്ടർ ലൈറ്റ്നിങ് പവർ ഉപയോഗിക്കുകയാണ്. വീണ്ടും അവന്റെ ഫസ്റ്റ് ഫോം ഓഫ് തണ്ടർ ലൈറ്റ്നിങ് പവർ റിലീസ് ചെയ്യും. വില്ലൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ചെമ്പമുടിയൻ അവൻ ഞൊടിയിടയില് അങ്ങനെ പറന്നു വന്ന് അവന്റെ തല വെട്ടിയെറിയും. പക്ഷെ എന്താ നമ്മുടെ ചെമ്പമുടിയന്റെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് പോയിസൺ ഉള്ളതുകൊണ്ട് തന്നെ അവൻ തളർന്ന് ആ വീട്ടിലേക്ക് വീഴുകയാണ്. അവന്റെ കിളിയാണെങ്കിൽ ഇപ്പോ ചെമ്പമുടിയന്റെ അടുത്തേക്ക് വന്ന് കരയാണ്. അവൻ ഒരു സെക്കൻഡ് അവന്റെ മാസ്റ്ററിനെ കുറിച്ച് ആലോചിക്കും. മാസ്റ്റർ അവനോട് തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അവന്റെ മനസ്സിലേക്ക് വരും. ഉടനെ അവനാണെങ്കിൽ വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് ആ പോയിസൺ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ തടയാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ചെമ്പമുടിയൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഹീറോയ്ക്കാണെങ്കിൽ ചെമ്പമുടിയൻ റിലീസ് ചെയ്ത ആ തണ്ടർ പവറിന്റെ സ്മെല്ല് കിട്ടുകയാണ്. ഹീറോ ആ പന്നിത്തലേനെ വെച്ച് സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് പോകാൻ തയ്യാറാവും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിൽ ഒരു ലേഡി ഡീമൻ പന്നിത്തലയൻ അവളുടെ പിന്നാലെ ഓടും. അവളാണെങ്കിൽ ഉച്ചത്തില് അവളുടെ പപ്പയുടെ പേര് അങ്ങനെ വിളിച്ചു കൂവാണ്. അവൻ മുകളിലേക്ക് നോക്കും. വലിയൊരു ജയന്റ് ഡീമൻ അവന് നേരെ ചാടി വരികയാണ്. ആ ജയന്റ് ഡീമൻ ആണെങ്കിൽ ഇപ്പൊ പന്നിത്തലേനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. അത് കണ്ട നമ്മുടെ ഹീറോ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഡീമന്റെ കൈ അതങ്ങനെ വെട്ടിയെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.